ദൗലത്താബാദ് ഫോർട്ട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്തുള്ള ദൗലത്താബാദ് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രധാനമായുള്ള കോട്ടയാണിത്. ഔറംഗാബാദിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരം അജന്ത എല്ലോറ റൂട്ടിലാണ് ഈ മനോഹരമായ നിർമ്മിതിയുള്ളത്. 1187 ആദ്യത്തെ യാദവ രാജാവായ ദില്ലാമ അഞ്ചാമനാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് 1308 ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഡൽഹി സുൽത്താനേറ്റിലെ അലാവുദ്ദീൻ ഖൽജി ഈ നഗരം പിടിച്ചെടുത്തു. ആദ്യം ദൗലത്താബാദ് ഫോർട്ടിൻ്റെ നാമം ദേവഗിരി ഫോർട്ട് എന്നായിരുന്നു. 200 മീറ്റർ ഉയരമുള്ള കുന്നിൻ മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ത്രികോണ ആകൃതിയാണ് കോട്ടയ്ക്കുള്ളത്. പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിനായി യാദവ രാജവംശത്തിലെ ഭരണാധികാരികൾ കുന്നിൻ്റെ താഴ്ന്ന ചെരുവിലെ ഭൂരിഭാഗവും വെട്ടിമാറ്റി. 2ൽ കൂടുതൽ ആളുകൾക്ക് കടന്നുപോകാൻ കഴിയാത്ത ഒരിടുങ്ങിയ പാലത്തിലൂടെയും പാറയിൽ കുഴിച്ചെടുത്ത ഒരു നീണ്ട ഗാലറിയിലൂടെയും മാത്രമാണ് കൊടുമുടിയിലേക്ക് പ്രവേശിക്കാനാവുക. കൊടുമുടിയിലും ചെരുവിലും ഇടവിട്ട് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളെ അഭിമുഖീകരിക്കുന്ന കൂറ്റൻ പീരങ്കികൾ, കൂടാതെ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ തക്കവണ്ണം ധാരാളം ഗുഹാമുഖങ്ങൾ. കോട്ടയുടെ അകത്തേക്കും പുറത്തേക്കും കടക്കാൻ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. സമാന്തര കവാടങ്ങൾ ഒന്നും തന്നെ ഇല്ല. കൂടാതെ പതാക, കൊടിമരം ഇവയെല്ലാം ഇടതു കുന്നിൻ മുകളിലാണ്. അതിനാൽ തന്നെ ശത്രുപക്ഷം ഇടതുപക്ഷം തിരിയുകയും ചെയ്യും. ഗേറ്റുകളിലെ സ്പൈക്ക് മുനകൾ പോലെയുള്ള ഭാഗം മത്തുപിടിച്ച യുദ്ധ ആനകൾ ഗേറ്റ് തകർക്കാതിരിക്കാൻ സഹായിച്ചു. പ്രവേശന കവാടങ്ങൾ, വളഞ്ഞ ഭിത്തികൾ, തെറ്റായ വാതിലുകൾ എന്നിവയുടെ സങ്കീർണമായ ക്രമീകരണം ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധമാണ്. അലാവുദ്ദീൻ ഖൽജിക്ക് ശേഷം പിന്നീട് കോട്ട കൈയടക്കിയത് ബാമിനി രാജാക്കന്മാരായിരുന്നു. കോട്ട കൈയടക്കിയ ഓർമ്മയ്ക്ക് ഹസൻ ഗംഗു എന്ന രാജാവ് ഡൽഹിയിലെ കുത്തബ് മിനാറിൻ്റെ മാതൃകയിൽ തീർത്ത ചാന്ദ് മിനാറാണിത്. 64 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. കോട്ടയുടെ മുകൾ ഭാഗത്തേക്കെത്തുമ്പോൾ കാണുന്ന ഈ ഭാഗം ഷാജഹാൻ ചക്രവർത്തിയാണ് നിർമ്മിച്ചത്. രാജസഭ കൂടാൻ ഉപയോഗിച്ച സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. മനോഹരമായ കൊത്തുപണികൾ മുകൾ ഭാഗങ്ങളിൽ കാണാം. ഈ ഭാഗങ്ങളിൽ നിന്നായിരിക്കാം രാജാക്കന്മാർ തങ്ങളുടെ രാജ്യം നോക്കിക്കണ്ടത്. അത്രയേറെ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിനും മുകളിലേക്ക് ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൽ ചെറുത്തുനിൽപ്പിനായി ഒന്നിലധികം പീരങ്കികളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാച്ച് ടവറിലേക്ക് പോകും വഴി നമുക്ക് ഇരുമ്പ് വാതിലുകൾ കൊണ്ട് മൂടിയ ഒരു ചെറിയ ഗുഹാമുഖം കാണാം. അത് താഴെ നിന്നും മുകളിലേക്ക് വരുന്ന അന്ധേരി എന്ന പാസേജാണ്. സഞ്ചാരികളുടെ സുരക്ഷയെ മുൻനിർത്തി ആ ഗുഹാവാതിലുകൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഈ കോട്ടയ്ക്ക് ആകെ 2 കോട്ടവാതിലുകളാണുള്ളത്. ഒന്ന് മഹാകോട്ട്, അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കുമ്പോൾ ചാന്ദ് മിനാർ, അത് കഴിഞ്ഞാൽ കാലകോട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ കോട്ടവാതിൽ. രണ്ടാമത്തെ കോട്ടവാതിലിനു ശേഷമാണ് സങ്കീർണമായ ഊടുവഴികളും അപകടം നിറഞ്ഞ അന്ധേരി പാസേജും ഉള്ളത്. കോട്ടയ്ക്കുള്ളിൽ ഇന്നും വറ്റാതെ നിൽക്കുന്ന ധാരാളം കുടിവെള്ള സംഭരണികളും കുളിക്കുവാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കുളങ്ങളും അവിടെയുണ്ട്. ഈ കോട്ടയുടെ ഭംഗിയും രൂപകൽപ്പനയും എല്ലാം നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട കോട്ട തന്നെയാണിത്. ഇതിൻ്റെ നിർമ്മിതിയും കൊത്തുപണികളും എല്ലാം കാണേണ്ടത് തന്നെയാണ്.